ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബീഫ് മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ കുറച്ച് മന്തി മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതിലേക്ക് ആ മന്തി മസാല ഒരു 3 ടീസ്പൂണും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഞാൻ കുറച്ച് 1 ടീസ്പൂണോളം വെള്ളവും കൂടെ ഒഴിച്ച് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനകത്തൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ എരിവനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ നാരങ്ങാനീര് നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിക്ക് അരിയുന്നതിൻ്റെ കൂട്ട് ബീഫ് അരിയരുത്. നല്ല വലിയ പീസായിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ എടുക്കാൻ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ അപ്പോൾ ഞാൻ 1 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ബീഫിന് 1 കിലോ റൈസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടേക്കുന്നതുകൊണ്ട് തന്നെ അത് കുറച്ചായിട്ട് നമുക്ക് തോന്നിക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അരി നല്ല കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഇരുന്ന് കുതിരണം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അരമണിക്കൂർ. അതിന് കുറച്ചും കൂടെ സമയമെടുത്ത് വെച്ചാൽ നല്ലതാണ്. പിന്നെ എന്താ പറയുന്നത്, അപ്പോഴത്തെ മസാലയൊക്കെ നല്ലൊന്ന് പിടിച്ച് കിട്ടും. നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്തുള്ള വെള്ളവും എല്ലാം ഊറി വന്നിട്ടുണ്ട്. നമ്മൾ നാരങ്ങാനീരും ചേർത്തിട്ടുണ്ടായിരുന്നു. നാരങ്ങാനീര് ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് വിനാഗിരി ചേർക്കാം, ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കിനി ഒന്ന് സെറ്റാക്കി നമ്മൾ ആവശ്യത്തിന് ഒരു ചെറിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് നമ്മളിത് ഒഴിക്കുന്നത്. കാരണം പിന്നെ ബീഫ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ അധികം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ ആ ചെറിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ ആവുമ്പോഴത്തേന് നമുക്ക് ഓഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ റൈസിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു വെളുത്തുള്ളി ചതച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചെറിയ ക്യാരറ്റ് അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് എന്താ പറയുക, ഏലക്കായും പട്ട അങ്ങനെ ഗ്രാമ്പൂ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേനും എടുത്ത് മാറ്റി അങ്ങ് കളഞ്ഞാൽ മതി. അത് അരി ഇടുന്ന സമയം വെളുത്തുള്ളി വേണ്ട. അപ്പോൾ നമ്മൾ വെള്ളം ഊറ്റിയാണ് എടുക്കുന്നത്, പറ്റിച്ചല്ല എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നോക്കേണ്ട കാര്യമില്ല, നല്ല വെള്ളം വയ്ക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയോട് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളത്തിനകത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓളെന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതിലൂടെ ക്ലിക്ക് ചെയ്യുക. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മുടെ ചാനലിന് വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും കൂടെ ഒന്ന് കൂട്ടണം കേട്ടോ. അപ്പം ഞാനതിലേക്ക് പകുതി നാരങ്ങാനീരും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്, നമ്മുടെ ചോറിനൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വെള്ളം തിളച്ചിട്ട് നോക്കാം. ദേ ഇവിടെ നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട്. 3 വിസിലായപ്പോഴത്തേന്, കാരണം വലിയ പീസായിട്ട് നമ്മൾ വെച്ചേക്കുന്നതുകൊണ്ടാണ് 3 വിസിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ വെള്ളം ഒന്ന് പറ്റിച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ചോറിനുള്ള വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിനകത്ത് വെള്ളമെല്ലാം വറ്റിച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരി കോരിയിട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് വെള്ളത്തിനകത്ത് മുമ്പോട്ട് നിൽക്കണം, ഉപ്പ് എന്നാലേ ചോറിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കുക.
അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിപ്പം ബിരിയാണി റൈസ് ആയാലും അല്ലാതെ നമ്മൾ ചോറ് വെച്ചാലും ശരി തന്നെ നമ്മൾ അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ അതിനകത്ത് കിടന്ന വെളുത്തുള്ളി എടുക്കാൻ ഞാൻ വിട്ടുപോയി. ലാസ്റ്റാണ് ഞാനത് എടുത്ത് മാറ്റിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് കണ്ട് ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബീഫ് ആയതുകൊണ്ട് എപ്പോഴും വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് വെള്ളം പറ്റിയതിന് ശേഷം വേണം എണ്ണ ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ബീഫെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ആവിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.